ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ പരാതി കൊടുത്തത്രേ. അതിനെനിക്കെതിരെ കേസെടുക്കണം, എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടയ്ക്കണം എന്ന്. മുഖ്യമന്ത്രി അത് DGPക്ക് അനന്തര നടപടികൾക്കായിട്ട് അയച്ചു എന്നും അറിയുന്നുണ്ട്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലേ? അത് ഞാൻ ഒരു ചാനലിലോ ഏതോ ഒരു സ്ഥലത്തോ പറഞ്ഞതാണ്. ഇപ്പം ഇന്ന് പക്ഷേ പത്രത്തിൽ കിടക്കുന്നത് സെക്രട്ടറിക്കാണ് പരാതി കൊടുത്തത്, മുഖ്യമന്ത്രിക്കല്ല എന്നൊക്കെ. പക്ഷേ അതിനകത്ത് കിടക്കുന്ന ഞാൻ ഈ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറി എന്നുള്ള മട്ടിലാണ്. ഇത് നിങ്ങൾ നോക്കി അറിയാമല്ലോ. താഴത്തെ നില വാർഡ് കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത് ശാസ്ത്രമംഗലം കൗൺസിലർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കമ്മിറ്റിയാണ്. അപ്പോൾ എനിക്കൊരു ഓഫീസ് ഉണ്ടായാലല്ലേ എനിക്കൊരു വാർഡ് കമ്മിറ്റി ഓഫീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൗൺസിലറിന്റെ ഓഫീസ് എന്ന് പറഞ്ഞ് മുകളിൽ അങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്ത ബിൽഡിംഗാണ്. അപ്പോൾ ഇതെങ്ങനെ അതിക്രമം ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊരു വലിയ പേടിപ്പിക്കുന്ന പോലെ തോന്നിയത് കൊണ്ടാണ്. പിന്നെ ഇദ്ദേഹം പരാതി കൊടുത്ത എന്താണ് കുളത്തൂർ ജയ്സിംഗ് അഡ്വക്കേറ്റ്, അദ്ദേഹത്തെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീലാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടത്. തമാശയായിരിക്കുന്നു എന്ന് പറയാനായിട്ട് പറയുന്നത്. ഇപ്പൊ കൗൺസിൽ അംഗീകരിച്ചാൽ മാത്രമല്ലേ മുറി എടുക്കാൻ പറ്റുള്ളൂ, അപേക്ഷ നൽകി കോർപ്പറേഷൻ തീരുമാനിക്കേണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടോ? ഇത് ഓൾറെഡി കോർപ്പറേഷൻ തീരുമാനിച്ച 2018 കെട്ടി കോർപ്പറേഷൻ തന്നെ തന്നിരിക്കുന്ന മുറിയാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് എന്താണ് തീരുമാനിക്കാനുള്ളത്? മുൻ കൗൺസിലേഴ്സ് ഇരുന്ന കെട്ടിടമാണ്. ബിന്ദു എന്ന് പറയുന്ന കൗൺസിലർ ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ MLA ഇരിക്കുന്നത്. ബിന്ദു പിന്നെ MLAക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തു. മുൻ കൗൺസിലർ പഴയ കൊച്ചുമുറിയിൽ ഇരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അത് നേരത്തെ ഇരുന്ന കൗൺസിലർമാർ ഇരുന്നത് വീണ്ടും ഒരു കൗൺസിൽ എനിക്ക് വേണ്ടി മാത്രം കൂടി അംഗീകരിക്കേണ്ട കാര്യം എന്താ? ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ടതിൽ നെയിം ബോർഡ് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊരു മറുപടി തന്നെയാണ്. നെയിം ബോർഡ് ഞാൻ വെച്ചു. ആളുകൾ വരുമ്പോൾ അറിയണ്ടേ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. എനിക്ക് വേണ്ട ഒരു നെയിം ബോർഡ്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു നെയിം ബോർഡ് അകത്തും വെച്ചു, പുറത്തും വെച്ചു. കോർപ്പറേഷൻ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കില്ലേ? കോർപ്പറേഷൻ എന്ത് തീരുമാനിക്കാൻ? ഈ MLA ഇവിടെ തുടരും. MLA ഇനി മാർച്ച് മാസം വരെ ഇവിടെ തന്നെ ആകുമെന്നാണ്. മാർച്ച് MLAക്ക് ഇവിടെ കരാറില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൗൺസിൽ ഡിസിഷൻ 2019 MLA ആയപ്പോഴുള്ള കൗൺസിൽ ഡിസിഷൻ ഇതിനകത്തുനിന്ന് 100 സ്ക്വയർ ഫീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ 100 സ്ക്വയർ ഫീറ്റിനുള്ള വാടകയാണ് 814 രൂപ എന്ന് മറ്റോ അന്ന് അംഗീകരിച്ചത്. പക്ഷെ MLA ഇപ്പോൾ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്ന അതിൻ്റെ 3 ഇരട്ടി സ്പേസ് ഉണ്ട്, 3 ഇരട്ടി കൂടുതൽ സ്പേസ് ഉണ്ട്. കൂടാതെ അതിന് കരാറില്ല എന്നാണ് എൻ്റെ അറിവ്. അതിനകത്തൊരു കോൺട്രാക്റ്റോ കരാറോ അങ്ങനെ വാടക കരാറില്ല. ചുമ്മാ വാടക പഴയ ഒരു കൗൺസിൽ കാലാവധി തീരുമ്പം ആ കൗൺസിലിൻ്റെ സമയം തീരും. പിന്നെ പുതിയ ഒരു കൗൺസിൽ വരുമ്പോൾ ആണ് അത് പുതുക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആസ് ഓഫ് നൗ പുതിയ കൗൺസിൽ ഉള്ളത് കൊണ്ട് ആ തീരുമാനം ഇല്ല, ഇനിയിപ്പം നിൽപ്പില്ല. പക്ഷേ അതുകൊണ്ടായിരിക്കണം അദ്ദേഹം മുൻകൂറായിട്ട് പോയി മാർച്ച് വരെയുള്ള 2026 മാർച്ച് വരെയുള്ള വാടക അടച്ചത്. കാരണം അപ്പോൾ നിൽക്കാനുള്ള ഒരു അവകാശം ആവുമല്ലോ. അപ്പോൾ അതിനെന്താ തീരുമാനം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ കൗൺസിൽ എടുക്കട്ടെ.